മഞ്ചേശ്വരത്ത് അമ്മയെ മകൻ തീ കൊളുത്തി കൊന്നു. വോർക്കാടി നലങ്ങി സ്വദേശി ഫിൽഡയാണ് കൊല്ലപ്പെട്ടത്. പ്രതി മെൽവിൻ ഒളിവിലാണ്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി വോർക്കാടിയിൽ നിന്നാണ് അരുൺ പാറയ്ക്കൽ തത്സമയം ചേരുന്നത്. അരുൺ, എന്താണ് ഇതിന് കാരണമെന്നതിന്റെ വ്യക്തത ഇപ്പോൾ കൈവന്നിട്ടുണ്ടോ? പോലീസ് എന്തെങ്കിലും വിശദാംശങ്ങൾ അറിയിക്കുന്നുണ്ടോ? അയൽവാസികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിൽ പരുക്കേറ്റ മറ്റൊരു ആളുടെ അവസ്ഥ എങ്ങനെയാണ്? അനുജ, നിലവിൽ കൊലപാതകം സംബന്ധിച്ച വ്യക്തത വന്നിട്ടില്ല. പോലീസും അക്കാര്യം അന്വേഷിക്കുന്നുണ്ട്. എന്താണ് ഇതിന് കാരണമെന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വോർക്കാടിയിലാണ്, നലങ്ങി ഭാഗത്താണ്. ഇതാണ് ആ കൊല്ലപ്പെട്ട അമ്മയുടെ വീട്. ഫിൽഡ 60 വയസ്സാണ് അവർക്കുള്ളത്. ഇതവരുടെ വീടാണ്. ഈ വീട്ടിൽ വെച്ചാണ് ഈ ഒരു കൃത്യം നടന്നതെന്നാണ് ഇപ്പോൾ നാട്ടുകാരുൾപ്പെടെ പറയുന്നത്. മകനാണ് ഈ ഒരു കൃത്യം നടത്തിയത്. പ്രതി മെൽവിൻ ഒളിവിലാണെന്നും പോലീസ് പറയുന്നുണ്ട്. കർണാടക ഭാഗത്തേക്ക് കടന്നു എന്നൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് കർണാടകത്തോട് അടുത്തു കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ കർണാടകയിലേക്ക് കിടക്കാനുള്ള പല വഴികളുമുണ്ട്. പ്രതി അങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. പക്ഷേ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നത്. തൊട്ടുപുറകിൽ കാണുന്നത് അയൽവാസിയുടെ വീടാണ്. അത് ഈ ഹിൽഡയുടെ സഹോദരൻ്റെ ഭാര്യയാണ് എന്നാണ് ഇപ്പോൾ നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അവരെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആ വീട്ടിൽ നിന്ന്, അതായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് രാത്രി 1 മണിയോടുകൂടി വിളിച്ചു വരുത്തി. അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞാണ് ഈ മകൻ മെൽവിൻ വിളിച്ചു വരുത്തിയതെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. അങ്ങനെയാണ് ഈ കൃത്യം, അതായത് അവരെയും പൊള്ളലേൽപ്പിച്ചത്, അവർക്കെതിരെയും ഈ ഒരു അക്രമം ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഈ സംഭവം ഈ വീട്ടിൽ വെച്ച് നടക്കുന്നത്. പോലീസ് എത്തി ഈ അമ്മയെ അന്വേഷിക്കുകയായിരുന്നു. അമ്മയെ അന്വേഷിക്കുന്ന ഘട്ടത്തിൽ ഒരു സ്ഥലത്തും, അതായത് ഈ വീടിനുള്ളിൽ എവിടെയും അമ്മയെ കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ അമ്മ ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ആദ്യഘട്ടത്തിൽ പോലീസ് വിചാരിച്ചത്. ഫിൽഡ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നാണ് ആദ്യഘട്ടത്തിൽ പോലീസ് വിചാരിച്ചത്. പിന്നീട് ഈ പ്രദേശത്ത്, അതായത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രദേശത്തേക്ക് അവർ തെരച്ചിൽ നടത്തുന്നു. പോലീസ് സംഘം തെരച്ചിൽ നടത്തുന്നു. അപ്പോഴാണ് കൊല്ലപ്പെട്ട നിലയിൽ, അതായത് തീ കൊളുത്തി മരിച്ച നിലയിൽ, മൃതദേഹം കരിഞ്ഞ നിലയിൽ ഇവിടെ കണ്ടെത്തിയത്. ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഫോറൻസിക് സംഘം എത്തിയിട്ടുണ്ട്. ഈ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആ മൃതദേഹം ഇപ്പോഴും അവിടെ തന്നെയാണുള്ളത്. അതായത് ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീടിന് തൊട്ട് പുറകിലുള്ള ഈ കുളിമുറിയൊക്കെ, ബാത്റൂമും അതുപോലെ തന്നെ വിറകുപുരയുമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇപ്പോൾ ഈ മൃതദേഹം. അതിൻ്റെ തൊട്ട് പുറകിൽ കുറച്ച് വാഴകളൊക്കെ നട്ടിട്ടുണ്ട്. അതിന് അടുത്താണ് ഈ മൃതദേഹം നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് ഈ കൊലപാതകത്തിന് കാരണമെന്നത് ഒരു വ്യക്തത ഇപ്പോഴും ലഭ്യമായിട്ടില്ല. ഈ പ്രതി, അതായത് മെൽവിൻ എന്ന് പറയുന്ന ആള് മയക്കുമരുന്നിന് അഡിക്റ്റാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഈ നാട്ടുകാരിൽ നിന്ന് ലഭിച്ച പ്രാഥമികമായ വിവരമാണ്. എന്തുകൊണ്ട് ഈ കൊലപാതകം സംഭവിച്ചു, മറ്റെന്തെങ്കിലും സാമ്പത്തിക തർക്കങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ എന്നതിലൊരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. അത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് കണ്ടെത്തേണ്ടത്. ഇപ്പോൾ ഈ അയൽവാസി നമുക്കൊപ്പം ചേരുകയാണ്. ഇതാദ്യം പോലീസിനെ അറിയിച്ച ആളാണ്. എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തതയുണ്ടോ? ഇല്ല, പുലർച്ചെയാണ് ഈ സംഭവം നടന്നത്. രാത്രി 1 മണിക്ക് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവന് ഇന്നലെ മദ്യപിച്ചിരുന്നു. തൊട്ടടുത്ത ഫ്രണ്ട്സെല്ലാം പറഞ്ഞത് ഇവന് മദ്യപിച്ചിരുന്നു ഇന്നലെ വൈകുന്നേരം. അപ്പോൾ കൂലിപ്പണിക്ക് പിന്നെ ചെങ്കല്ലി കോലയുടെ പണിക്കാണ് ഇവനെ കൂടുതൽ പോകൽ. അപ്പോൾ ഇവർ അമ്മയും മകനും 2 പേര് മാത്രമാണ് താമസിക്കുന്നത്. രാത്രി ഈ സംഭവത്തിന് ശേഷം ഇവനിങ്ങനെ ചെയ്ത ശേഷം, കൊലപാതകം ചെയ്ത ശേഷം തൊട്ടടുത്ത വീട്ടിലുള്ള എൻ്റെ ബന്ധുവിനെ ഇങ്ങോട്ട് വിളിച്ചു. അവൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന, അവിടെ ഭർത്താവ് ഗൾഫിലാണ്. അപ്പോൾ അവർ ഓടി വന്നു. അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവളെ ഇങ്ങോട്ട് വിളിച്ചത്. അവൾ വീട്ടിലേക്ക് കയറിയപ്പോൾ ലോക്കിട്ട് അവളെ മർദ്ദിച്ചു. അതിനുശേഷം അവൾക്ക് തീ കൊടുക്കാൻ ശ്രമിച്ചു. അവൾ ഓടി രക്ഷപ്പെട്ട ശേഷം പുലർച്ചെ 5 മണിക്കാണ് അവൾ ഓടി രക്ഷപ്പെടുന്നത്. ആ സമയത്തിലാണ് പുറം ലോകം ഈ സംഭവം വരുന്നത്. പക്ഷേ ഈ സംഭവത്തിന് ശേഷം ഇവന് ഇവിടുന്ന് നടന്നു പോയി ഗുരുതരമായ പരിക്കുണ്ട്. ഇപ്പോൾ അവരെ ഏത് ആശുപത്രിയിലാണ്? തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അവിടുത്തെ നാട്ടുകാർ കൂടിയിട്ട് അവരെ കൊണ്ടുപോയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പെണ്ണുങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞ ശേഷമാണ് നമുക്ക് സംഭവം അറിയുന്നത്. പിന്നെ അമ്മയുടെ മൃതദേഹം വീട്ടിൻ്റെ പുറവശത്തുള്ള ഒരു കാടുണ്ട്, ചെറിയ കാട്, അവിടെ ഉണ്ട്. അപ്പോൾ കൊലപാതകത്തിന്റെ കാരണം വ്യക്തമായിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അമ്മ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിടെ അവിടെ പോയിട്ട് മരിച്ചോ അല്ല അവിടെ കൊണ്ടുപോയിട്ട് ഇവൻ ഇട്ടോ എന്നുള്ള വിവരങ്ങൾ അറിയുന്നില്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ചേരുകയാണ്. ഈ പ്രതിയുടെ ഒരു പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഇല്ല, മനസ്സിലായിട്ടില്ല. നേരിട്ടായിട്ട് കണ്ടിട്ട് അത്ര ഒരു പരിചയമില്ല. ഇവിടെ ആൾക്കാരെ പറയുമ്പോൾ ജനങ്ങളോട് ശരി, കാസർഗോഡ് മഞ്ചേശ്വരത്താണ് നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. അമ്മയെ മകൻ തീ കൊളുത്തിക്കൊന്നു. അമ്മയ്ക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് ഇന്ന് പുലർച്ചെയാണ്. മകൻ മെൽവിൻ
ഒളിവിലാണ്. അയാൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമായി നടത്തുകയാണ്. വോർക്കാടിയിലാണ് ഈ സംഭവം ഉണ്ടായത്. അയൽവാസിക്ക് നേരെയും ആക്രമണ ശ്രമം നടന്നു. അവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് എന്നതാണ്. ഞങ്ങളുടെ പ്രതിനിധി അരുൺ പാറക്കലാണ് വോർക്കാടിയിൽ തത്സമയം വിവരങ്ങൾ നൽകിയത്.